ബി.ജെ.പി. വോട്ട് വളർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ച് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും ബി.ജെ.പിയിലേക്ക് വോട്ട് ചോർന്നതായാണ് വിലയിരുത്തൽ. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് എച്ച് സലാമും പി ചിത്തരഞ്ജനും രംഗത്തെത്തി. ധന, ആരോഗ്യ വകുപ്പുകൾ പൂർണ്ണ പരാജയമെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനം. ജി സുധാകരന്റെ പ്രതികരണങ്ങൾ പക്വമാകണമെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. ആർ ശ്രീജിത്ത് നൽകും വിശദാംശങ്ങൾ. ശ്രീജിത്ത്, തിരുവനന്തപുരത്തെ ബി.ജെ.പി. വളർച്ച കൃത്യമായി വിലയിരുത്തുന്നുണ്ട് CPIM. ഏത് നിലയ്ക്ക് ഈ വളർച്ച തടയാമെന്നാണ് പാർട്ടി കരുതുന്നത്? ഒപ്പം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി എടുത്ത നിലപാടിന് വിരുദ്ധമായി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുകയാണല്ലോ ആലപ്പുഴയിലെ 2 MLA മാർ. സുധി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ബി.ജെ.പിയുടെ വോട്ട് വളർച്ച സംബന്ധിച്ച ചർച്ചയാണ് പ്രധാനമായും നടന്നത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഗണ്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. പലയിടങ്ങളിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച വരെ ഇന്ന് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഈ നിലയിൽ ബി.ജെ.പിയുടെ വളർച്ച ഉണ്ടാകുന്നത് ആശങ്കാജനകമാണെന്ന പൊതുവിലയിരുത്തലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയത്. ജില്ലാ സെക്രട്ടറിന്റെ ഈ വിലയിരുത്തൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. ആലപ്പുഴയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കമ്മിറ്റിയും സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. അതായത് ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗം വോട്ടുകൾ ബി.ജെ.പിക്ക് ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് വെള്ളാപ്പള്ളി നടേശനെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനടക്കം രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ വിമർശനങ്ങളെ സമീപനമാണ് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ MLA-മാരായ എച്ച് സലാമും പി ചിത്തരഞ്ജനും സ്വീകരിച്ചത്. മലബാറിൽ SNDPക്ക് സ്വാധീനത്തിനടുത്ത് വോട്ട് ചോർച്ച ഉണ്ടായത് വെള്ളാപ്പള്ളി മൂലമാണോ എന്ന ചോദ്യം ഉയർത്തിയാണ് എച്ച് സലാം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ശക്തമായ വാദം നടത്തിയത്. ഇതിനെ പി ചിത്തരഞ്ജനും പിന്തുണയ്ക്കുകയായിരുന്നു. ആലപ്പുഴയിൽ തന്നെയുള്ള ജില്ലാ സെക്രട്ടറി അംഗമായ K പ്രസാദും വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് രംഗത്തെത്തി. ഇതോടൊപ്പം തന്നെ മുൻ മന്ത്രി ജി സുധാകരന്റെ നിലപാടും ജില്ലാ സെക്രട്ടറി യോഗത്തിൽ വിമർശിക്കപ്പെട്ടു. ജി സുധാകരന്റെ പല പ്രതികരണങ്ങളും മുതിർന്ന നേതാവിന് യോജിച്ചതല്ല. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിലും പാർട്ടി അണികൾക്കിടയിലും വ്യാപകമായ തെറ്റിദ്ധാരണയ്ക്ക് ഇടനൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം അവക്കുമായ പ്രതികരണങ്ങളെന്ന് സുധാകരൻ പിന്മാറണമെന്നും ആവശ്യമുയർന്നു. ധന, ആരോഗ്യ വകുപ്പുകൾക്കെതിരെയും കാര്യമായ വിമർശനമുണ്ടായി. ആരോഗ്യ വകുപ്പിനെ ഈ നിലയ്ക്ക് വിട്ടാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് കായംകുളത്തുള്ള നേതാവായ A. മഹേന്ദ്രൻ വിമർശിച്ചത്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.